കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. ഞങ്ങൾ ഇവിടുന്ന് പാടുമ്പോൾ തന്നെ നിങ്ങളും അതേ സ്തോത്രം നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. താഴ്ചയിൽ നമ്മളെ ഓർത്തൊരു നല്ല കർത്താവ്, ആർക്കും വേണ്ടാത്ത അതേ സ്തോത്രം നമ്മളെ ചേറ്റിൽ കിടന്ന് നമ്മളെ ഹല്ലേലൂയ അതെ നിത്യനരകത്തിൽ പോകുവാനിരുന്ന നമ്മളെ, നിത്യനരകത്തിൽ പോകുവാനുള്ള അറസ്റ്റ് വാറണ്ടുമായിട്ടിരുന്ന നമ്മളെ വിടുവിച്ച വിധങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ ആ തങ്കച്ചോര മൊത്തം ഊറ്റി നമുക്ക് വേണ്ടി വില കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം, പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം. നിശ്ചയമേ സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുമ്പാകെ മേശയൊരുക്കും മിത്രനാം യേശുവേ സ്തുതി മനമേ. ശത്രു മുമ്പാകെ മേശയൊരുക്കും മിത്രനാം യേശുവേ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനവുമിതേ. കഷ്ടവും മഹാശാസനയും നിന്നയുമുള്ള ദിനവുമിതേ. ഉള്ളം കലക്കും കള്ള സഹോദരർ പള്ളുര ചെയ്യുകിലെന്തു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദരർ പള്ളുര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നമ്മെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. പാറയിൽ നിന്നും തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും കുടിക്കും. പാറയിൽ നിന്നും തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും കുടിക്കും. മരുഭൂപ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. മരുഭൂപ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നമ്മെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ.
ആശിച്ച ദേശം കാണുകയായി, ക്ലേശമഖിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി, ക്ലേശമഖിലവും നീങ്ങുകയായി. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മെ. യേശു മണാളൻ ചേർത്തിടും വേഗം, ശോഭിത മണവാട്ടിയായ നമ്മെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നും ഒരു പകൽക്കാലം നമ്മളെ ദൈവം ആയുസ്സോടും ആരോഗ്യത്തോടും ഇരുത്തി ഇന്നൊരു നല്ല പ്രഭാതം കാണുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചു. നമുക്ക് അല്പസമയത്തെ ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി, അതെ, നമുക്ക് ഒരു വചനം വായിച്ചിട്ട് അതിനകത്തുനിന്ന് അത്യാവശ്യം ഒന്നോ രണ്ടോ കാര്യം പറഞ്ഞ് ഇന്നലെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടവരുടെയൊക്കെ കാര്യം നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചവർക്ക് കുറച്ച് പേർക്കൊക്കെ ഒരു ദൈവികമായ വിടുതൽ കർത്താവ് കൊടുത്തു. നമ്മൾ പ്രാർത്ഥിച്ചു, സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേട്ടു. നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചതോർത്ത് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ തന്നെ നിങ്ങളും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളോടും ഞാനും നന്ദി പറയുന്നു. അതെ, ഹല്ലേലൂയ. നമുക്ക് അല്പസമയത്തെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒരു വചനം വായിച്ചിട്ട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതായത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരാതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ ഇട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുരദ്രഹ്മപ്പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ഹല്ലേലൂയ, ദൈവമായിരുന്നവൻ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശ് മരണത്തോളം അനുസരണയുള്ളവനായി തീർന്ന നമ്മുടെ നല്ല കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് രാജാതി രാജാവാണ്. ആമേൻ. രാജാക്കന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ നികുതി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. രാജകുമാരന് നികുതി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് രാജകുമാരനാണ്, രാജാവാണ്. ഹല്ലേലൂയ. ആ കർത്താവിന് അതെ നികുതി അടയ്ക്കേണ്ട, ശരിക്കും രാജാക്കന്മാർക്ക് നികുതി അടയ്ക്കേണ്ട ഒരു ഇതുമില്ല എന്ന് വ്യക്തമായി നമുക്ക് അറിയാം. എന്നാൽ നമ്മുടെ കർത്താവ് എന്താ ചെയ്തത്? ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ 1 രൂപ ഇല്ല. ഇന്ന് ഈ വന്ന കാലത്ത് ഈ കാലഘട്ടത്തിൽ 1 രൂപ എന്ന് പറയുമ്പോൾ അന്ന് 2 ദ്രഹ്മ അല്ലേ 2 ദ്രഹ്മ കൊടുക്കേണ്ടിയിടത്ത് പത്രോസിന് നികുതി കൊടുക്കാനില്ല, നമ്മുടെ കർത്താവിന് നികുതി കൊടുക്കാൻ പൈസയില്ല. പക്ഷെ നമ്മുടെ കർത്താവ് രാജാവായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഗവൺമെൻറ് നിയമങ്ങളൊക്കെ നമ്മുടെ കർത്താവ് പാലിക്കണമെന്നുള്ളത് വളരെയധികം വ്യക്തമായി അതെ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് അത് ചെയ്തു. അപ്പോൾ തന്നെ പത്രോസിനോട് പറഞ്ഞു, എന്താണ്, കടലിലേക്ക് ചെന്നിട്ട് ഒരു മീനെ കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിനകത്ത്
അതെ 4 ചതുരദ്രഹ്മ പണം കിട്ടും. അതിൽ നിനക്കും എനിക്കും നികുതി കൊടുക്കാൻ വേണ്ടി നീ ആദ്യം കിട്ടുന്ന മീനിനെ ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ ആ മീനെ കർത്താവിൻ്റെ വാക്കിന് മുന്നിൽ കർത്താവ് പറഞ്ഞ അനുസരിച്ച് പത്രോസ് ചെന്ന് വല വീശിയപ്പോൾ അല്ലെങ്കിൽ ചൂണ്ടയിട്ടപ്പോൾ പത്രോസിന് എന്തോ കിട്ടി? ചതുരദ്രഹ്മ കിട്ടി. അപ്പം വേറെ ആരെല്ലാം അവിടെ വല വീശി കാണും, എന്നാൽ ആ വല വീശിയവരുടെ ആരുടെയും ചൂണ്ടയിൽ ആ മീൻ ചെന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിൻ്റെ കയ്യിൽ അത് കിട്ടി. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏത് വഴിയാണ് ദൈവം ഒരു വാതിൽ തുറക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന വാതിലിനെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ആമേൻ, സ്തോത്രം. നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ചില നന്മകൾ, അത് സ്വർഗത്തിലെയും ഭൂമിയിലെ നന്മകൾ നമുക്ക് ലഭിക്കാനുള്ളത്, സ്തോത്രം, അതേത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും അത് തക്ക സമയമാകുമ്പോൾ അത് നമുക്ക് ലഭിക്കുവാനിടയാകും. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, പത്രോസ് ചൂണ്ടയിട്ടപ്പോൾ കർത്താവിനും പത്രോസിനും ആ നികുതി അടയ്ക്കുവാനും നിയമം പാലിക്കുവാനും ഇടയായെങ്കിൽ ഒന്നും കരുതി വെച്ചിട്ടല്ല നികുതി അടച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസും കർത്താവും ഒന്നും കരുതി വെച്ചിട്ടല്ല. എന്നാൽ നമ്മുടെ കർത്താവിന് അതെ വല്ലവത്തിനും കുറവുണ്ടോ? ലോകത്തെ മൊത്തം സൃഷ്ടിച്ച ദൈവം, സകലത്തെയും ഉളവാക്കിയ ദൈവം, ഇല്ലാത്തത് എല്ലാം കർത്താവ് നിമിത്തമാണ് ഉളവായത്. ദൈവമില്ലാതെ ഒന്നും ഉളവായിട്ടില്ല. അതെ, സ്തോത്രം. ഉളവായതൊന്നും ദൈവത്തെ കൂടാതെ ഉളവായിട്ടില്ല. ഹല്ലേലൂയ. സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തിന് അതേ, സ്തോത്രം, എന്തിൻ്റെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ ദൈവം ഹല്ലേലൂയ ആ തക്ക സമയത്ത് കർത്താവിൻ്റെ മുന്നിൽ ആ മനുഷ്യാവതാരം എടുത്തപ്പോൾ ദൈവത്തിന് വേണ്ടതെല്ലാം ദൈവം ഒന്നും ശേഖരിച്ചു വെച്ചതല്ല തക്ക സമയത്ത് എല്ലാം നന്നായി ചെയ്തെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, സ്തോത്രം, ഒന്നിനെക്കുറിച്ചും നമ്മൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. സകലവും തക്ക സമയത്ത് നമ്മുടെ കർത്താവ് തരാൻ സർവശക്തനാണ്. ഇന്ന് ഞാൻ ഈ കാര്യം പറയാൻ കാര്യം, ഇങ്ങനെ ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാൻ കാരണം, ഹല്ലേലൂയ, പല വ്യക്തികളും സാമ്പത്തിക ബാധ്യതകളായി, അതെ, ചിലർ 75 ലക്ഷം രൂപ, ചിലർ 7 കോടി രൂപ കടം, ചിലർ 5 കോടി കടം, 25 ലക്ഷം, ഇങ്ങനെയൊക്കെയുള്ള കടക്കാർ എന്നെ വിളിക്കുന്ന അതെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്നെ വിളിച്ചു. അവർക്ക് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. ഞാൻ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് ഏതോ ഒരു ദിവസം ഞാനിത് സംസാരിച്ചതാണ്. എങ്കിലും സ്തോത്രം, ഇന്ന് അതൊന്നുകൂടെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലെ, നമ്മൾ ഇത്രയൊക്കെ ബാധ്യതകൾ വരുന്നതിൻ്റെ പിന്നിൽ ആ ലോകപ്രകാരം ലോകത്തിൻ്റെതായ ആവശ്യങ്ങൾ, ലോകം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി പല പദ്ധതികളും നമ്മൾ ചെയ്തു വെച്ചിട്ട് അത് നമ്മുടെ ചില കണക്കുകൂട്ടലുകളെല്ലാം കുത്തനെ താഴെ വീണതുകൊണ്ടാണ് ഇത്രയും ബാധ്യതകളൊക്കെ വന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിന് നിശ്ചയമായിട്ടും അവന് ഒന്നിനെക്കുറിച്ച് നാളത്തെക്കുറിച്ചൊരു വിചാരം അത് ഉണ്ടാകാൻ ശരിക്കും സാധ്യതയില്ല. ദൈവവുമായിട്ട് നല്ലൊരു ആശ്രയമുള്ള ഒരു വ്യക്തിക്ക്. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും കണക്ക് കൂട്ടി, പക്ഷേ ആ കണക്ക് കൂട്ടലുകളെല്ലാം പാളിഷായിപ്പോയി. അതെ, ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ച് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു സ്കൂളുണ്ടായിരുന്നു. ഏകദേശം 450 പിള്ളേരോളമുള്ള ഒരു സ്കൂള് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു മ്യൂസിക് സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ ആ സമയത്ത് കർത്താവ് ചില കാര്യങ്ങൾ ഞങ്ങളോട് ഏൽപ്പിച്ചപ്പം ദൈവം പറഞ്ഞു, ഈ ജോലി നിങ്ങൾ ഈ ജോലി കളഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ പുറകെ വാ. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ വിളിച്ചപ്പോൾ ഹല്ലേലൂയ, ആദ്യം ഞങ്ങൾ മടി കാണിച്ചപ്പോൾ ഞങ്ങൾ പലവിധമായ കഷ്ടങ്ങൾക്കകത്തൂടെ, ഞങ്ങളെ പ്രതികൂലങ്ങൾക്കകത്തൂടെ കടന്നു പോകേണ്ടതായി വന്നു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, അവസാനം എല്ലാ കഷ്ടങ്ങളും വന്ന് മനസ്സിലായപ്പോൾ, ഞങ്ങൾക്കൊരു പാഠമായപ്പോൾ, അത് ഞങ്ങൾക്കൊരു ലെസനായി, കർത്താവിനെ അനുസരിക്കാതെ നടന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് കുറേ ലെസനുകൾ കർത്താവ് തന്നപ്പോൾ, ഞങ്ങൾ പുറത്തു വന്ന സമയത്ത് ഞങ്ങൾ ആ സ്കൂളൊക്കെ കളഞ്ഞ്
ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഞാനും എൻ്റെ കൂട്ടുദാസനും കൂടെ ഞങ്ങളൊരു മാർക്കറ്റിൽ, അത് അന്ന് ഞാൻ പുല്ലാട് താമസിക്കുന്ന, പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് രാവിലെ പ്രഭാതത്തിലൊരു മാർക്കറ്റിൽ ഇങ്ങനെ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഞങ്ങൾ അപ്പം ഈ സ്കൂള് ഞങ്ങൾ കളഞ്ഞിട്ട് കർത്താവിനെ വിശ്വാസത്താൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളോട് ഒരു ബാങ്ക് മാനേജറുടെ മോന് ഞങ്ങളുടെ അടുത്ത് പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഞങ്ങളോട് വന്ന് ചോദിച്ചു, സാറേ, ടീച്ചറേ, നിങ്ങൾ ഈ മ്യൂസിക് സ്കൂളൊക്കെ കളഞ്ഞ് പത്തനംതിട്ട ജില്ലയിൽ എന്തോ ഒരു കുട്ടികളാണ് നിങ്ങളുടെ സ്കൂളിൽ വന്ന് പഠിച്ചുകൊണ്ടിരുന്നത്, ഈ കുട്ടികളെയൊക്കെ കളഞ്ഞേച്ച് ഈ സ്കൂളൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഈ പെന്തക്കോസ്തി ചേരാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ച് നിങ്ങൾ സ്കൂളെല്ലാം കളഞ്ഞ് ഇറങ്ങി തിരിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിനേക്കാട്ടിലും സാമ്പത്തികം കിട്ടുമോ? അതുകൊണ്ടാണോ ഇങ്ങനൊരു മാർഗം തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു. അങ്ങനെ ഒരുപാട് നിന്ദകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പണസമ്പാദ്യത്തിനുള്ള ഒരു മാർഗമാണോ ഈ പെന്തക്കോസ്ത് മാർഗം എന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. എനിക്കതൊക്കെ ഓർക്കുമ്പം സത്യം പറഞ്ഞാൽ ഇപ്പം ചിരി വരുന്നെങ്കിലും അന്ന് ഞാൻ സ്വയത്തെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട്, അന്ന് സ്വയത്തെ മീൻസ് എന്നെ തന്നെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് ആരെങ്കിലും നമ്മളെ ഒരു കുറ്റം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം. ഞാൻ സബ്ജക്റ്റ് വിട്ടു പോവല്ല. കുറ്റം, നമ്മൾ ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജഡം അങ്ങ് പൊങ്ങും, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു കുറ്റം ആരും പറയുന്നത് നമുക്കിഷ്ടമല്ല. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ ദൈവമക്കളെ? അല്ലേ നമ്മൾ ആ കുറ്റം കേട്ടാലും സൗമ്യതയോട് പോകും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് സഹിക്കാനും ക്ഷമിക്കാനും നമ്മുടെ കർത്താവ് നമുക്ക് ഒരുപാട് മാതൃക കാണിച്ചു. ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞാൽ, ദിനംപ്രതി ഞാൻ നിലവിളിക്കുന്നുണ്ട് ദൈവത്തോട്, കർത്താവേ, നിൻ്റെ സൗമ്യത, എളിമയും വിനയവും താഴ്മയും എനിക്ക് തരണമേ. അത് നമ്മൾ നിലവിളിക്കുകയും ദിനംപ്രതി നമ്മൾ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു ദിവസം കൊണ്ടൊന്നും അത് ആർജിക്കത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. ദിനംപ്രതി നമ്മൾ രൂപാന്തരപ്പെട്ടാണ് ഹൃദയത്തിനകത്ത് അങ്ങനെ ഒരു നല്ല ആഗ്രഹം കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കാട് കയറി പോവല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ഒരുപാട് ഹേർട്ട് ചെയ്തു ശരിക്കും പറഞ്ഞാൽ. അപ്പം എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം, ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ എന്നെ വിളിക്കുമ്പോൾ പല രസകരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഈ സാമ്പത്തികത്തെ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെക്കുമല്ല, സാമ്പത്തിക വിഷയം പറഞ്ഞ് നിങ്ങളെ ഇതാക്കുമല്ല. എന്നാൽ ചില സംഭവങ്ങളൊക്കെ നിങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ ആളിൻ്റെ പേര് പറഞ്ഞില്ല, സ്ഥലം പറഞ്ഞില്ല, ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പലരും നമ്മളോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞു, ആൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഇത്ര ലക്ഷം രൂപ കടമുണ്ട്, ഓരോരുത്തർ ഓരോ ലെവലിലാണ് സംസാരിക്കുന്നത്. ഒരു വ്യക്തി, സ്തോത്രം ഹല്ലേലൂയ, 75 ലക്ഷം രൂപ കടമുള്ള ഒരു വ്യക്തിക്ക് ഒരു ദിവസം 245 രൂപയോ അങ്ങനെ എങ്ങാണ്ട് 90 പൈസ എങ്ങാണ്ട് ബാലൻസ് ഉണ്ട് ബാങ്കിൽ. അപ്പോൾ പുള്ളിക്കാരൻ എന്തോ വെച്ചെന്നറിയാം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞെന്ന്, ആ പൈസ അത്രയുള്ളത് എനിക്ക് എൻ്റെ ബാങ്കിൽ ഇടാൻ പുള്ളിയോട് ഇടപെട്ടെന്ന്. പുള്ളി അന്നേരം ഉടനെ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടു. വചനം കേൾക്കുന്നതല്ലേ, അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ആൻറ്റിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? വചനം പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതങ്ങ് കൊടുക്കാമെന്ന് ഓർത്തു. എനിക്കത് കണ്ട ഉടനെ ഭയങ്കര വേദനയായി. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ, വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് കൊടുക്കുന്നതാണെന്ന് എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചപ്പോൾ, ശരിക്കും പറഞ്ഞാൽ ആരേലും എനിക്കൊരു സാമ്പത്തികം തരുമ്പോൾ, ഞാൻ അഡ്വാൻസ് പറയട്ടെ, അത് തരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ നിന്ന് വാങ്ങിക്കാൻ. കാരണം ഒന്നാമത് എനിക്കൊരു ഇൻഫീരിയോറിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചൊക്കെ മാറി. അപ്പം ആ സാമ്പത്തികം എനിക്ക് ഒന്നാമത് വാങ്ങിക്കാൻ, നമ്മൾ പഠിപ്പിക്കുകയും നമ്മൾ ജോലിയൊക്കെ ചെയ്തിരുന്ന നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടല്ല, നമ്മൾ അവരുടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് അടിമയാകും എന്നുള്ള ഒരു മനോഭാവം എന്നെ ശരിക്കും ഭരിക്കുന്നുണ്ടാകും. അപ്പം ഇപ്പോൾ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, എങ്കിലും ആരുടേതും വാങ്ങിക്കാൻ ഒരു പ്രത്യേകിച്ച് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമേ. ഇദ്ദേഹം ഈ ചേഞ്ച്, ഈ 200 സംതിങ് പൈസ എനിക്കിങ്ങിട്ടു. ഞാൻ എന്തോ ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ കുറച്ചുകൂടെ ഒരു വിശാലമായിട്ട് അപ്പോൾ ആ സാധു മനുഷ്യൻ അങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ കുറച്ച് പൈസയും കൂടി ഇട്ട് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ പുള്ളി എന്ന് പറയാം, ഇട്ടതിനേക്കാളും ഫാസ്റ്റിൽ ഇങ്ങോട്ട് തിരിച്ചിട്ടു.
ആൻറ്റിക്ക് ഞാൻ കർത്താവിന് എനിക്ക് കൊടുത്തതാ എന്ന് പറഞ്ഞു. എന്നാൽ സ്തോത്രം, ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇതൊക്കെ പറയുന്നതിൻ്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കണമേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വ്യക്തിയുടെ 1 രൂപയും ആഗ്രഹമില്ല. അത് കഴിഞ്ഞിട്ട് പലരും എന്നോട് സാമ്പത്തിക കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങൾ പോലും മുടങ്ങിയിരിക്കുക, അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ തരണം. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലോടും പറഞ്ഞാൽ മതി, ആൻറ്റി തരാനല്ല, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു പക്ഷേ അവർ വളരെയധികം നീറിപ്പോകുന്ന അവസ്ഥയാണ്. ദൈവപൈതലെ ഈ രോഗമുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറയാം, അല്ലെ എന്തെങ്കിലും വേറെ കഷ്ടം അനുഭവിക്കുകയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ ഷെയർ ചെയ്യാം. ഈ സാമ്പത്തിക വിഷയത്തിന് പ്രാർത്ഥിക്കാൻ പറയുന്നത് പോലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിത അനുഭവത്തിൽ ഈ സ്കൂളും എല്ലാം നടത്തി നല്ല ഒരു വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം കളയാൻ പറഞ്ഞപ്പോൾ അത് കളഞ്ഞപ്പോൾ ഒരുപാട് നിന്നയും പരിഹാസവും അനുഭവിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ 1 രൂപ കയ്യിലില്ലായിരുന്ന ഒരു സമയമുണ്ട്. കർത്താവ് കളയാൻ പറഞ്ഞപ്പോൾ അത് കളഞ്ഞതുകൊണ്ട് ആ സമയത്ത് കുറേ കഷ്ടത്തിൽ കൂടെ ഒരു ട്രെയിൻ ചെയ്ത് തന്നെ ദൈവം കൊണ്ടുവന്നു. ഞാൻ പെട്ടെന്ന് ഞാൻ തീരട്ടെ, പറഞ്ഞ് കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കട്ടെ. ഈ സാമ്പത്തിക കഷ്ടം വന്നപ്പോൾ ഞാൻ ഒരു മനുഷ്യരോട് എൻ്റെ ആവശ്യങ്ങളെ ചോദിച്ചില്ല. ഞാൻ പറയട്ടെ, കർത്താവ് തന്നെ നമുക്ക് മാതൃക തന്നു. ഞാൻ എന്താ ചതുരദ്രവ പണത്തിൻ്റെ കാര്യം പറയാൻ കാരണം, കർത്താവ് ഒരു മനുഷ്യരോട് ചോദിച്ചാൽ കൊടുക്കത്തില്ലേ? കർത്താവ് ആരോടും ചോദിച്ചില്ല. കർത്താവ് എന്തോ ചെയ്തു? കർത്താവ് വിശ്വാസത്താൽ ദൈവമായിരുന്നവൻ, ദൈവം ഒരേ സമയം തന്നെ ദൈവമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനുമാണ് ദൈവം, നമ്മുടെ കർത്താവ് മനുഷ്യപുത്രനൂടാ. അപ്പം ആ കർത്താവ് അതേ ഹല്ലേലൂയ ഈ ഇവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരി പരിമിതി ഉണ്ട് എങ്കിലും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എങ്കിൽ പോലും കർത്താവിന് ആ സമയത്ത് ദൈവത്തിൻ്റെ ആ മനുഷ്യൻ്റെ രൂപത്തിലും മനുഷ്യൻ ആയിരിക്കുന്ന അവസ്ഥയിലും കഷ്ടം അനുഭവിച്ചു നമ്മുടെ കർത്താവ്. അന്നേരം കർത്താവ് ആരോടും 1 രൂപ ചോദിച്ചില്ല. ആ ദൈവത്തിന് നമ്മൾ മാതൃകയായി തീരുവാൻ തക്കവണ്ണം നമ്മളും നമ്മുടെ ആവശ്യങ്ങളെ ലോകത്തൊരു വ്യക്തികളോടും പറയരുത് ദൈവപൈതലേ എന്ന് വെച്ച്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ ആരെങ്കിലും ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവർ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുവാൻ ഇടയായി. ഞാൻ പറയട്ടെ, ഞാൻ അവരെ കുറ്റം പറയുമല്ല. അവരുടെ സാമ്പത്തിക കഷ്ടം അനുഭവിക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അത്ര വിശ്വാസമൊന്നും ആ സാധുക്കൾക്ക് പോരാ. ഒരു സമയത്ത് ഞാൻ വിശ്വാസത്തോടെ നിന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ച് എൻ്റെ ആവശ്യങ്ങൾ കർത്താവ് നടത്തിയിട്ടുണ്ട്. ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ വഴിക്ക് വെച്ച് പെട്രോൾ തീർന്നു, പൈസയൊന്നും കയ്യിലില്ല. ഞങ്ങൾ അവിടെ നിന്ന് വിഷമിച്ചപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വ്യക്തി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ കർത്താവിൻ്റെ ദാസനെ അല്ലേ സാറേ, നിങ്ങളെ നോക്കി എത്ര ദിവസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഒരു നന്മ ഒരു ദശാംശം ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു, അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ദയവായിട്ട് ഇതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞ്, ഇത് ഞാൻ കർത്താവിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ അന്ന് ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങൾ ആ ബൈക്ക് പെട്രോൾ ഇല്ലാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഇദ്ദേഹം കൊണ്ടുവരുന്നത്. ഞങ്ങൾ ചിന്തിക്കുന്നു ദൈവമായിട്ട് ഞങ്ങൾക്ക് കൊണ്ടു തന്നതാണ്. അപ്പം ഞാൻ പറയട്ടെ ദൈവപൈതലേ, നമ്മൾ ഒരു വ്യക്തികളോടും നമ്മുടെ ആവശ്യങ്ങളെ പറയരുത്. എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് പറയരുത്. നമ്മൾ വിശ്വാസത്താൽ നമ്മുടെ അപ്പൻ അതേ സ്വർഗീയ ഭണ്ഡാരത്തിൽ ഒന്നിനും ഒരു കുറവില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എന്നോട് ആ സാമ്പത്തികം ചോദിച്ചത് കൊണ്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വിശ്വാസത്തിൻ്റെ എനിക്ക് ദൈവം തന്ന ആ വിശ്വാസത്തിൻ്റെ ആഴം ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞ് നിങ്ങളുടെ അകത്തും അത് വെളിപ്പെട്ട് നിങ്ങൾ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അതേ സ്തോത്രം ദൈവത്തിൻ്റെ കയ്യിൽ അതെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ് ചിലപ്പം നമ്മളെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടിനകത്തൂടെ ചില കഷ്ടത്തിനകത്തൂടെ നമ്മളെ വിടുന്നത് നമ്മളെ ഒരു ട്രെയിനിങ് പീരീഡിലാണ്. വേറൊരാൾ നമുക്ക് ആ നന്മ കൊണ്ട് തന്നാൽ ദൈവം ചിലപ്പം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും നമ്മളെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ, നമ്മളെ ഒരു നല്ല ലെവലിൽ നമ്മൾ അനേകരെ ഈ കഷ്ടത്തിൽ കൂടെ പോകുന്ന അനേകരെ വിടുവിപ്പാൻ ഈ കഷ്ടത്തിൽ നമ്മളെ ആക്കിയിരിക്കുക. അത് കർത്താവ് തന്നെ നമുക്ക് മാതൃക തന്നിട്ട് പോയി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ എന്നോട് സാമ്പത്തിക ഗ്രൂപ്പിൽ ആരോട് അല്ലെങ്കിൽ ഇന്ന ആവശ്യങ്ങളുണ്ട്, ഒന്ന് എനിക്ക് കുറച്ച് സാമ്പത്തികം വേണം, ഭക്ഷണ കാര്യത്തിന് പോലും കഷ്ടം അനുഭവിക്കുക ആൻറ്റി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, ദയവായിട്ട് കുറ്റം പറയുകയല്ല. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഹല്ലേലൂയ ഒരു തുറക്കപ്പെട്ട സ്വർഗമുണ്ട്. സ്വർഗീയ ഭണ്ഡാരത്തിൽ ഒന്നിനും ഒരു കുറവില്ല. എന്നോട് ചോദിച്ചത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടം വന്നാലും എന്നോട് ചോദിച്ചാൽ നമ്മൾ ഒരപ്പൻ്റെ മക്കളാണ്. എനിക്ക് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. സ്വന്തം സഹോദരങ്ങൾ ഹല്ലേലൂയ ഒരു കഷ്ടം അനുഭവിക്കുമ്പോൾ അവർ ഒന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ കഴിച്ചാൽ എനിക്കൊരു സ്വസ്ഥതയില്ല.
നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒരു നിശ്ചിത വരുമാനം എനിക്ക് ലഭിക്കുന്നതിൻ്റെ മാറ്റി വേദന അനുഭവിക്കുന്ന കഷ്ടം അനുഭവിക്കുന്ന ജനത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമേ, എനിക്കൊരു ഗ്രൂപ്പോ അല്ലെങ്കിൽ സാമ്പത്തിക ഒരു ശേഖരിച്ചിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം എനിക്കില്ല. എനിക്ക് എന്തെങ്കിലും സ്വർഗം തരുമാണെങ്കിൽ ഞാൻ കഴിച്ചെങ്കിൽ മറ്റുള്ളവരും കഴിക്കണം, എനിക്കതൊരു നിർബന്ധമാണ്. അപ്പം അതല്ലാതെ ഞാനിപ്പോൾ സാമ്പത്തിക കാര്യം പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദയവായിട്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും, ഉറപ്പാണ്, നിങ്ങൾ വിഷമിക്കേണ്ട. കാര്യം എൻ്റെ അപ്പൻ്റെ മക്കളാണ്. നിങ്ങൾ പട്ടിണി കിടന്നിട്ട് ഞാൻ വലിയ ഇതായിട്ട് ജീവിക്കാൻ എനിക്ക് സന്തോഷമില്ല. എൻ്റെ കർത്താവ് അങ്ങനെ എനിക്ക് കാണിച്ചു തന്നു മാതൃക. 4 ചതുരദ്രഹ്മ കിട്ടിയപ്പോൾ 2 ദ്രഹ്മ പത്രോസിനും കൊടുത്തു, കർത്താവും എടുത്ത് ചെയ്തു. അതുപോലെ ആദിമ നൂറ്റാണ്ടിലെല്ലാം പൊതുമുതലെന്ന് എണ്ണിയതുപോലെ അല്ലെ, ആ ഒരു മനോഭാവമാണ് എനിക്കും എൻ്റെ കൂട്ടുദാസനും എൻ്റെ തലമുറകൾക്കും. ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ കൂട്ടുദാസന് ഞാൻ എന്തെങ്കിലും കൊടുക്കാൻ അതൃപ്തി കാണിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്തെങ്കിലും ഒരാൾക്ക് ഒരു സാധനം എന്തെങ്കിലും ഒരു സാമ്പത്തികമോ എന്തെങ്കിലും കൊടുക്കാൻ തുടങ്ങിയാൽ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയും, എടി ഇന്ന ആൾക്ക് ഇന്നത് കൊടുത്താൽ നല്ലതായിരുന്നു എന്നെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഞാൻ ഓർക്കും, എൻ്റെ കർത്താവ് ഞാൻ ചിന്തിച്ച വ്യക്തിയെ തന്നെ പുള്ളി കാണിച്ചു തന്നല്ലോ എന്ന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരുമിച്ച് ആ വിഷയത്തിലൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥകളെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പം ഞാൻ പറയണ്ടേ, സാമ്പത്തികം കൊടുക്കുന്നതിനോ അല്ലെ എന്തെങ്കിലും കൊടുക്കുന്നതിനോ എൻ്റെ കൂട്ടുദാസന് ഒരിക്കലും എന്നെ വിലക്കിയിട്ടില്ല. അമ്മ ഞാൻ അതിൽ സന്തോഷിക്കുന്നു, എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഒരു മനുഷ്യരോടും ഒരാവശ്യങ്ങളെയും പറയരുത്. എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അതുപോലെ ഗ്രൂപ്പിൽ ആരോടെങ്കിലും നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറയാം, സോറി, ഞാൻ അങ്ങനെ എനിക്കൊരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു സാമ്പത്തികം കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു പതിവോ അത് എനിക്കില്ല. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഇനിയും ആരെങ്കിലും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി ഞാൻ കുറച്ച് പൈസ തരാം. ശരിക്കും സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ എനിക്ക് കോൾ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി ഇന്ന കുറച്ച് പൈസ ഞങ്ങളുടെ ദശാംശം ആൻറ്റിക്ക് അയക്കുക, ഒന്നീ ആൻറ്റി എടുക്കുമോ അല്ലെ ആൻറ്റി ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, സോറി, പണമിടപാടുകളൊന്നും എനിക്ക് വയ്യ. എനിക്ക് സാമ്പത്തിക ബാധ്യതകളൊന്നും എനിക്ക് ഏറ്റെടുത്ത് എനിക്കെടുപ്പത് കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരാൾക്ക് വാങ്ങിച്ചിട്ട് ഒരാൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനുള്ള ഒരു ഇതില്ല. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. കാര്യം എനിക്ക് വേറൊന്നുകൊണ്ടുമല്ല, ശരിക്കും പറഞ്ഞാൽ അതൊന്നും ചെയ്യാൻ ഉള്ളൊരു സാവകാശമോ അല്ലെങ്കിൽ അത് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാനോ ഒന്നും. ഞാൻ വേണേ അവരുടെ ഫോൺ നമ്പർ തരാം, വേണേ അവർക്ക് കൊടുത്തോ, വേണേ അത് എന്നെ ഏർപ്പെടുത്തല്ലേ ദയവായിട്ട്. കാരണം നമുക്ക് ഈ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. ആരുടെയും വാങ്ങിച്ചു തരാനോ അതിനുള്ളൊരു ശക്തിയോ അതിനുള്ളൊരു കഴിവോ അതിനുള്ളൊരു പ്രാപ്തിയോ ഒന്നും എനിക്കില്ല. കാരണം വേറെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻഗേജ്ഡാണ്. നിങ്ങൾക്ക് വേണ്ടി കരയാൻ ഞാനുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വീട്ടിൽ അവർ ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുക, ആൻറ്റി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, ഇവിടെ ഭക്ഷണമൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേച്ച് വേണം പ്രാർത്ഥിക്കാൻ. അല്ല, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി അവർക്ക് നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ ശരീരത്തിൻ്റെ അവയവമാണ്, അവരെ സഹായിക്കണം. ഇനിയും ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, തീരെ ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ, നിങ്ങളുടെ സ്വന്തം പെങ്ങളോട് അല്ലെങ്കിൽ സ്വന്തം അമ്മയോട് പറയുന്ന പോലെ, കുഞ്ഞുങ്ങളാരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടിലുണ്ടെങ്കിൽ, എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ ഇന്നത് തരാം എന്ന് ഞാൻ പറയും. അല്ലാതെ എനിക്ക് ആരുടെ നിന്നും ഒന്നും ഞാൻ പ്രതീക്ഷിക്കുകയോ വാങ്ങിക്കുകയോ ഒന്നും ഇനി തന്നാലും എനിക്കത് താല്പര്യമില്ല. അതുകൊണ്ട് ദൈവം ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം രത്നച്ചുരുക്കം, നമ്മൾ ഒരു മനുഷ്യരിലും ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും പട്ടുപോകുന്ന പ്രഭുക്കന്മാരിലും നമ്മൾ ആശ്രയിക്കരുത്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത് മറ്റുള്ളവർക്കൊക്കെ വിശ്വസ്തയോട് കൊടുക്കുന്ന നല്ല കർത്തൃദാസന്മാരെ എനിക്കറിയാം. ഹല്ലേലൂയ. അതൊക്കെ നന്നായിരിക്കട്ടെ. ദൈവം അവരെ ഏൽപ്പിച്ച ഒരു ദൗത്യം അവർ വിശ്വസ്തയോട് ചെയ്യുന്ന പല വ്യക്തികൾ എനിക്കറിയാം, നല്ല കർത്തൃദാസന്മാരെ എനിക്കറിയാം.
പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനൊന്നുള്ളൊരു ഒന്നാമത് ക്ലാസ് എടുക്കണം, പിന്നെ മീറ്റിങ്ങുകൾ, പിന്നെ ഞാനൊരു അമ്മയാണ്, ഒരു ഭാര്യയാണ്, അതേ സ്തോത്രം, ഒരു പാസ്റ്റർ വൈഫാണ്, എനിക്ക് ഒരു ടീച്ചറാണ്. പല മേഖലകളിൽ ഞാൻ കൈകാര്യം ചെയ്യേണ്ടിയപ്പം ഇനി ഈ ഫിനാൻഷ്യലായിട്ട് ഓരോ കാര്യത്തിൽ കൂടി ഇടപെടാനുള്ള ഒരു ഇതെനിക്കില്ല. ദയവായിട്ട് എന്നെ നിങ്ങൾ അതിൽ നിന്നൊന്ന് മാറ്റണേ. സാമ്പത്തിക ആവശ്യങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഈ വിഷയങ്ങളൊന്നും. ഇന്ന് എനിക്കത് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അതേ സ്തോത്രം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, സ്നേഹിക്കുക, നന്മ ചെയ്യുക. നമ്മളിതൊന്നും പുഴുവും തുരുമ്പും കൊണ്ടുപോകുന്ന ഈ സാധനം ഒന്നും സ്വർഗത്തിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകത്തില്ല. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, സ്നേഹിക്കുക, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, എന്നിട്ട് നമ്മൾ ദേശത്ത് പാർത്ത് വിശ്വസ്തതയാചിക്കുക, നന്മ ചെയ്യാൻ മറക്കരുത്. ഹല്ലേലൂയ. ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കൃപാവരമാണ്. ആമേൻ, സ്തോത്രം. എന്തായാലും കൊടുക്കാനൊരു നല്ല മനസ്സ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഞാൻ വലിയ കൊടുപ്പുകാരിയൊന്നും അല്ല, എങ്കിലും സ്തോത്രം, ഒരാൾ കഷ്ടം അനുഭവിക്കുമ്പോൾ അത് കണ്ടോണ്ട് ഞാൻ സന്തോഷിക്കുന്നവളല്ല. ഞാൻ അനുഭവിച്ചെങ്കിൽ എൻ്റെ സഹോദരങ്ങളും നന്മ അനുഭവിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഒന്നും ഡിപ്പോസിറ്റ് ഇട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ ഞാൻ മുൻഗണന കൊടുക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും നന്മ അനുഭവിക്കണം, ആരും കഷ്ടം അനുഭവിക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഞാൻ എന്നാലാവതൊക്കെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാം, പക്ഷെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ശക്തിയും ബലമൊന്നും എനിക്കില്ല. കർത്താവ് നമ്മളെ നടത്തും. നമ്മളൊരപ്പൻ്റെ മക്കൾ പോലെ, നിങ്ങൾ ഭക്ഷണമില്ലാതോ വല്ല കഷ്ടത്തിൽ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ദയവായിട്ട് എന്നെ വിളിച്ചാൽ എനിക്ക് എന്തെങ്കിലും കഴിയുന്നത് ഞാൻ സഹായിക്കും. എന്നാൽ ഞാൻ ആരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. എനിക്കത് നിഗളം കൊണ്ട് പറയുമല്ല, നമുക്കതൊക്കെ വലിയ കഷ്ടമാണ് അതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഇന്നലെയൊക്കെ കുറേ പേരെ കുറച്ച് സാമ്പത്തിക വിഷയങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. സ്തോത്രം, ഞാൻ ഉണ്ടെങ്കിൽ സഹായിക്കുന്നതിന് ഒരു മടിയും എനിക്കില്ല. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചെങ്കിൽ നമ്മൾ ഒരുമിച്ച് അനുഭവിക്കാം. പക്ഷെങ്കിൽ സ്തോത്രം, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എന്തെങ്കിലും കഴിയുന്നത് ചെയ്യാം എന്നല്ലാതെ ഒന്നുമില്ല. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇതിനേക്കാളെല്ലാം ഉപരി ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ്, നമ്മൾ സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ കർത്താവിനോട് പറയുമ്പോൾ, ദൈവത്തിൻ്റെ പൈതലേ, നമ്മൾ ഒരു വ്യക്തിയുടെ കുറച്ച് സാമ്പത്തികം കടം വാങ്ങിച്ചാലോ നമ്മൾ ചോദിച്ചു വാങ്ങിച്ചാലോ നിത്യമായിട്ടും നമ്മൾ ശരിക്കും അവർക്ക് അടിമയാണ് നമ്മൾ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ദൈവം നമുക്ക് തന്നാൽ അതിനൊരു കണക്കില്ല. നമുക്ക് കണക്കില്ലാത്തതുപോലാണ് നമ്മുടെ കർത്താവ് ഇത്രത്തോളം നമ്മളെ ജയോത്സവമായി നടത്തിയത്. ആ കർത്താവിൽ വിശ്വാസത്തോടെ ആമേൻ, സ്തോത്രം, 1 രൂപയും മാക്സിമം കടം വാങ്ങിക്കാതെ ദൈവസന്നിധിയിൽ കർത്താവെ വാങ്ങിച്ചതൊക്കെ വാങ്ങിച്ചു, ഇനിയും 1 രൂപയും കടം വാങ്ങിക്കത്തില്ലെന്നൊരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ തയ്യാറെടുക്കുക. ഒരു മനുഷ്യരോടും ഒരു 10 രൂപ നമ്മൾ കടം വാങ്ങിക്കരുത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വാങ്ങിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ അടിമയാണ്. നമ്മുടെ സ്വർഗത്തിന് നമ്മൾ അടിമയായാൽ മതി, മനുഷ്യന് അടിമയാകരുത്. ഹല്ലേലൂയ. എല്ലാവർക്കും സാമ്പത്തികം കൊടുക്കുന്ന നമ്മുടെ കർത്താവാണ്, എല്ലാ നന്മകളും കൊടുക്കുന്ന കർത്താവാണ്. നമ്മുടെ തക്ക സമയത്ത് നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ ചോദിക്കുന്നതിലപ്പുറമായിട്ട് നമ്മുടെ കർത്താവിനെ അറിയാം. നമ്മുടെ മനസ്സിനെ അറിയുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ സഹോദരങ്ങളെക്കാളും നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന നമ്മുടെ കർത്താവ് നമുക്ക് സകലതും തന്നാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. തക്ക സമയത്ത് നമുക്കെല്ലാം തരും. എന്ന് വെച്ച് സാമ്പത്തിക കഷ്ടം അനുഭവിക്കുന്ന മക്കളെ, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു ദൈവം ഭേദം വരുത്തും. ഞാൻ എന്നും പറയുന്നത് പോലെ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണോ? നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഹല്ലേലൂയ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവൻ്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് ക്രിസ്തുവേശുവിങ്കിൽ പൂർണ്ണമായി തീർത്തു തരുന്ന സാമ്പത്തിക വിഷയമുള്ളവർ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് നിങ്ങളുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ ജീവനുള്ള ഈ വചനം ജീവനായി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്ന സാമ്പത്തിക കഷ്ടത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ചവിട്ടടി മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഹല്ലേലൂയ, ഇന്നലത്തെ കമൻറ്റ് ബോക്സിനകത്ത് നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് സ്നാനപ്പെടുവാനിടയായി ആ ബ്രദർ സാക്ഷ്യം ഇട്ടിട്ടുണ്ട്. അതുപോലെ ഫിക്സ് വന്ന ഒരു
വ്യക്തിക്ക് ദൈവം പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ചില കഷ്ടങ്ങൾ കൂടി കടന്നു പോയവരെ ഒക്കെ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിൽ കേട്ട് ആ ഫിക്സ് മാറുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഒരു പൈതൽ സ്നാനപ്പെടുവാനിടയായി ശരിക്കും മാനസാന്തരപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ദൈവം ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് എല്ലാ വ്യക്തികളെയും ഓർത്ത് സ്തോത്രം. കുറേ പേർക്ക് ദൈവം വിടുതൽ കൊടുത്തു. കുറേ പേര് വളരെ കഷ്ടത്തിൽ കൂടെ വിളിച്ചു പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടു. അവരുടെ എല്ലാം രോഗികളെ വിളിച്ചു. അതേ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ, കുടുംബജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെ, ഹല്ലേലൂയ, അങ്ങനെ ഭയങ്കരമായ പ്രതികൂലത്തിൽ കടന്നു പോകുന്നവരൊക്കെ വിളിച്ചു. ആമേൻ. അവരെയൊക്കെ ഓർത്ത് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വളരെ സമയം ഇന്ന് കഴിഞ്ഞു പോയി. കുറേ ടൈം അതേ സ്തോത്രം നമ്മുടെ മുന്നിൽ പോയി. ഏകദേശം ഇന്ന് കുറേ സംസാരിച്ചു ഞാൻ. നിങ്ങൾ അതിനകത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത് അതേ സ്തോത്രം നിങ്ങളെ വിവേകത്തോടെ ഒന്നിനെയും ക്രിറ്റിസൈസ് ചെയ്യാതെ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ അനുഭവമാണ് നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് എന്നോട് സാമ്പത്തികം ചോദിച്ചവർ അത് ശരിയല്ലെന്നല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഷ്ടമുണ്ടെങ്കിൽ എന്നോട് തുറന്ന ഒരു അമ്മയോട്, അല്ലെങ്കിൽ ഒരു സഹോദരിയോട്, അല്ലെങ്കിൽ ഒരു ആൻറ്റിയോട് ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു മടിയുമില്ല. നമ്മളൊരു അപ്പൻ്റെ മക്കളാണ്. അതേ സ്തോത്രം. പ്രാർത്ഥിക്കാൻ തന്നെയല്ല, നമ്മുടെ കൈ കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നമുക്ക് ബ്ലെസ്സിങ് ആണ്. ഹല്ലേലൂയ. നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും കർത്താവിന് വേണ്ടിയുള്ളതാണ്. വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല കൊടുക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. ആരുടെയും നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ അത് കാൽവറിയിൽ കാണിച്ച ഒരു കാര്യമാണ്. വാങ്ങിക്കുന്നതിനേക്കാളും കൊടുക്കുന്ന അതേ സ്വത അഗപ്പെ, ആ സ്നേഹം നമ്മൾ കൊടുക്കുക. നമുക്ക് ലഭിക്കുന്നതൊക്കെ നന്മ മറ്റുള്ളവർക്കൂടെ ഉള്ളതാണ്, നമ്മുടെ മാത്രമല്ല എന്ന് നമ്മൾ ഓർത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുക, സഹായിക്കുക, നന്മ ചെയ്യുക. നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ സ്വർഗം സഹായിക്കട്ടെ. എന്നാൽ ഇതൊന്നുമല്ല നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കുവാനും കഴിയത്തില്ല. നമ്മുടെ സഹോദരങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള വേദന അനുഭവിക്കുന്നോ അവരെ ചേർത്ത് പിടിച്ച് കരയുവാനും അവരുടെ കഷ്ടങ്ങളിൽ നമ്മൾ കൂട്ടാളിയായിരിക്കുവാനും അവരോട് ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ഇന്ന് പകൽക്കാലവും സ്വർഗം തന്ന ഭാഗ്യ പദവിക്കായിട്ട് സ്തോത്രം. എനിക്ക് നിങ്ങളോടൊക്കെ ചേർന്ന് ഇരിക്കുന്ന അത്രയും സന്തോഷം. ദൈവത്തോട് നമ്മൾ എല്ലാവരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് ദൈവ പൈതലേ. അതുകൊണ്ട് ഹല്ലേലൂയ. കുണ്ടറയെ കിടക്കുന്നവരെയും കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെയും കുരുടന്മാരെയും ബദ്ധന്മാരെയും വിടിയിപ്പാൻ പിതാവായ ദൈവം കർത്താവിനെ അയച്ചു എങ്കിൽ ആ ശുശ്രൂഷ നമ്മുടെ മേലും തന്നിട്ടുള്ളതെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നാളെയും നമുക്ക് കർത്താവിൻ്റെ മുന്നിൽ ആ കൃപാസനത്തിൽ ഇരിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, പ്രിയ കർത്താവേ, നിന്റെ മക്കളെല്ലാവരുമായിട്ട് ഒരുമിച്ച് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, കർത്താവെ കഷ്ടം അനുഭവിക്കുന്നവർ എല്ലാവരും ഓർത്ത് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മക്കളുടെ ആവശ്യങ്ങളെ ഞങ്ങളോട് പറഞ്ഞല്ലേ കർത്താവേ. നിന്റെ മക്കൾ കഷ്ടത്തിലായിരിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ. പ്രതികൂലത്തിൽ കൂടെ പോകുന്ന മക്കളുണ്ട്. അവരെയൊക്കെ അങ്ങ് സഹായിക്കണമേ. വിവിധ കഷ്ടങ്ങൾ കൂടി കടന്ന് വളരെ സങ്കടത്തോടെ സാമ്പത്തിക കഷ്ടം അനുഭവിക്കുന്ന ഒരു നിമിഷം പോലും ഏത് കാര്യമാണെങ്കിലും കർത്താവെ പ്രാർത്ഥിക്കാൻ പറയാം. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ തക്കവണ്ണം ഹല്ലേലൂയ ബുദ്ധിമുട്ടുന്ന ഒരുപാട് മക്കളുണ്ട്. അവരെ കർത്താവിൻ്റെ കരങ്ങൾ, അവരുടെ സാമ്പത്തിക ബാധ്യതകളെല്ലാം മാറിപ്പോട്ട് വിശ്വാസത്തോടെ ആ മല മാറിപ്പോകാൻ പറയുമ്പോൾ അത് മാറിപ്പോകും, നീങ്ങിപ്പോകുമെങ്കിൽ ഇന്ന് പകൽക്കാലം സാമ്പത്തികമായി കോടിക്കണക്കിന് കടബാധ്യതയുള്ള നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കർത്താവെ ഒരു നല്ല ഒരു ഉറച്ച തീരുമാനം, ഇനി സാമ്പത്തിക കടം വാങ്ങിക്കത്തില്ലെന്നൊരു തീരുമാനമെടുത്ത് ആർക്കൊക്കെ കൊടുക്കാനുണ്ട് ആ ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിച്ച് അതിൽ നിന്നൊരു നീക്കുപോക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അവരെ ഒറ്റയ്ക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റുള്ളവർക്ക് നിന്നയും പരിഹാസവും ഒറ്റപ്പെടലുമായി തീരുമ്പോൾ അവരുടെ അവസ്ഥകളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണമേ. അവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ബാധ്യതകൾ കഷ്ടത്തിൽ കൂടെ പോകുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുമ്പോൾ ഒരു സമയത്ത് അവർക്ക് പല കണക്കുകൂട്ടലിൽ കൂടി അവർ മുന്നോട്ട് പോയി. എന്നാൽ അതൊന്നും കർത്താവേ സ്തോത്രം ഹല്ലേലൂയ അത് കണക്ക് കൂട്ടിയതുപോലെ ഒന്നുമല്ല സംഭവിച്ചത്. എന്നാൽ അത് ഏറ്റവും സ്തോത്രം അങ്ങനെ പിശാച് ഏതെങ്കിലും തരത്തിൽ കഷ്ടമുണ്ടാക്കിയെങ്കിലും ദൈവം അത് ഈ ദിവസങ്ങൾ അവർക്ക് പദ്ധതിയായിട്ട് അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തെ ഒന്നുകൂടെ ആഴത്തിൽ കാണാനുള്ള ആ കൊടുത്ത മുഖാന്തരത്തിനായി സ്തോത്രം. ഈ ദിവസങ്ങൾ അവരുടെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. അതുപോലെ കർത്താവെ ഫിക്സ് വന്ന കർത്താവെ പൈതലിൻ്റെ മേൽ ദൈവം അത്ഭുതം ചെയ്തതിനെ വിടുവിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾ വലിയ
കർത്താവെ അതേ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, അതിനേക്കാൾ ഉപരി ദൈവം സർവശക്തനായതുകൊണ്ടാണ് കർത്താവെ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ ഒരു ബ്രദർ സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചല്ലോ. അതുപോലെ ഹല്ലേലൂയ പല വിഷയങ്ങളുമായിട്ട് അതേ സ്തോത്രം, ഞാൻ ഓർക്കാത്ത വിഷയങ്ങൾ പലതും ഉണ്ടല്ലോ, അവരെല്ലാം ഓർത്ത് അതേ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടവർക്ക് റിസൾട്ട് കൊടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ ദിവസങ്ങൾ നമ്മളോട് ചേർന്ന് പാടുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടായ്മ ആചരിക്കുമ്പോൾ ഒത്തിരി സമാധാനമുണ്ടെന്ന് പറഞ്ഞ് നിൻ്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. വിവിധ ആവശ്യങ്ങളായി സ്തോത്രം പറയുക, ആവശ്യങ്ങൾക്ക് വേണ്ടി അതേ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട നിൻ്റെ രോഗികളായവരുണ്ട്, ജോലിക്ക് ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസത്തിൽ കഷ്ടം അനുഭവിക്കുന്ന മക്കളുണ്ട്, വിദേശത്തേക്ക് പോകുവാൻ കർത്താവെ ഒത്തിരി ശ്രമിച്ചിട്ടും അതേ ബുദ്ധിമുട്ടുന്ന മക്കളുണ്ട്. ഈ മാസം അടുത്ത മാസമായി ഡെലിവറി ആകാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിവാഹം താമസിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഓർത്ത് കഷ്ടം അനുഭവിക്കുന്ന മാതാപിതാക്കൾ, വിധവമാർ, അനാഥരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ഈ കർണാടക പ്രദേശത്തോട് കരുണ തോന്നണമേ. ഈ 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ഈ 24 കർത്താവേ സ്തോത്ര ഹല്ലേലൂയ, 2-3 മാസത്തിനകത്ത് 24 തീർന്നതിന് മുമ്പ് ഒരു ഉണർവിന്റെ കാറ്റ് ഈ ദേശത്തേക്ക് നീ അയക്കണമേ കർത്താവേ. ഉൾഗ്രാമങ്ങൾ സുവിശേഷവുമായി അമ്മേ പോകുവാൻ കർത്തൃദാസന്മാരെ ശക്തിപ്പെടുത്തണമേ. അനേക ആത്മാക്കളെ വിടുവിപ്പാൻ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ദൈവിക ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ നേരെ വെല്ലുവിളിക്കുന്ന സകല പൈശാചിക ശക്തികളുടെ മേൽ എൻ്റെ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോകും. ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാണ് പീശാചിന്റെ സ്വാധീനങ്ങൾ ഞങ്ങളുടെ ഭവനവും ദേശവും രാജ്യവും വിട്ടു പോകുവാൻ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, ഇവിടെയുള്ള സകല അന്ധകാര മണ്ഡലങ്ങളിൽ മേൽ ദൈവത്തിൻ്റെ ജയമെടുത്തതിനായി സ്തോത്രം. ഇന്ത്യ മഹാരാജ്യത്തിലുള്ള 28 സ്റ്റേറ്റിലും 9 കേന്ദ്ര ഭരണ പ്രദേശത്തിലും കേരളത്തിലുള്ള 14 ജില്ലയിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ. കർത്താവെ, വിദേശ രാജ്യങ്ങളുടെ ഭൂമിയിലെ ജനവാസയോഗ്യമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളെയും തിരിക്കരങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, ദേശത്തെ, രാജ്യത്തെ, ലോകരാജ്യങ്ങളെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. മിഷണറിമാരായി പോയി കർത്തൃദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അമ്മേ, കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്ത ദൈവത്തിൻ്റെ ദാസന്മാർക്ക് വേണ്ടി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു കാലത്ത് കഷ്ടം അനുഭവിച്ച് ഇന്ന് കർത്താവ് ദാസന്മാരെ മാനിച്ച അമേ സ്തോത്രം അമേ സമയമുണ്ടല്ലോ. അതുപോലെ കർത്താവെ, അനേക കഷ്ടത അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ അങ്ങ് അമേ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച സകല മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ചാനലിലെ കർത്താവെ, അതേ കമൻറ്റ് ബോക്സിലും അമേനും സ്തോത്രം വാട്സാപ്പിലും അതേ വോയിസൊക്കെ ഇട്ട കർത്താവ് നിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങ് ബലപ്പെടുത്തും. അവരുടെ വിഷയങ്ങളും ദൈവം അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മയ്ക്കും സകലത്തിനും വിരുദ്ധമായി നിൽക്കുന്ന സകല പൈശാചിക ശക്തികൾ, അമേ സ്തോത്ര വാഴ്ചകളായിക്കോട്ടെ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ ഞങ്ങളുടെ നേരെ വെല്ലുവിളിക്കുന്ന സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളുടെ മേൽ സ്വർലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും അധോലോകത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള നസ്രേന യേശുവിൻ്റെ നാമത്തിൽ സകല ഇരുളിൻ്റെ ശക്തികൾ വഴിമാറട്ടെ. വെളിച്ചം വരുമ്പോൾ ഇരുൾ മാറിപ്പോകുന്നു. വെളിച്ചമുള്ളിടത്ത് ഇരുളിന് സ്ഥാനമില്ല. യേശുവിൻ്റെ നാമത്തിൽ സകല ഇരുളിൻ്റെ ദുഷ്ഫല പ്രവർത്തികളും വേരോടെ പിഴുതുപോകട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, ദൈവാധിപത്യം സകല മേഖലകളിലും വെളിപ്പെട്ടതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിലേക്ക് വസിക്കട്ടെ. അതേ സ്തോത്രം. നമ്മൾ നോക്കുന്നിടവും നമ്മുടെ ചിന്തിക്കുന്നിടവും എല്ലാം കർത്താവിനായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലവും സർവ്വവിധമായ അനുഗ്രഹം കൊണ്ട് നമ്മളെ ദൈവം നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ.